നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. നമ്മുടെ ഈ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പ്രാക്ടീസ് ഇതിൽ കോമൺ ആയിട്ട് പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചെവിയുടെ സർജറി ചെയ്യണമോ, ചെയ്തില്ലെങ്കിൽ കുഴപ്പം വല്ലതും ഉണ്ടോ എന്നുള്ളതാണ്. ഇത് വളരെ കോമൺ ആയിട്ട് നമ്മൾ പേഷ്യൻസിൽ കണ്ടുവരുന്നൊരു വിഷയമാണ്. പേഷ്യൻസിന് സർജറി എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു ഭയം കാണും. അത് എസ്പെഷ്യലി നമ്മൾ ഇയർ സർജറി എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ കേൾവി നഷ്ടപ്പെടുമോ, ഈ സർജറി ചെയ്യണമോ, ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഒട്ടേറെ പേഷ്യൻസ് പലപ്പോഴും സർജറി അഡ്വൈസ് ചെയ്യുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, ഭയം കാരണം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഇയർ സർജറി ചെയ്യണമോ ചെയ്യണ്ടോ എന്നുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള കണ്ടീഷനെ കുറിച്ച് സംസാരിക്കാം. അതായത് ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നത്. ഇതിന് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണമാണ് ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ. ഞാനിത് നേരത്തെയുള്ള എപ്പിസോഡിൽ ഈ അസുഖം എന്താണെന്ന് ഞാൻ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും കോമൺ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് ഇയർ പെർഫറേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഇയർ ഡ്രമ്മോ ടിമ്പാനിക് മെംബ്രെയിനകത്ത് ഒരു ചെറിയ ഹോൾ ഉണ്ടാകും. അത് കാരണം റിക്കറൻ്റായിട്ട് നമുക്ക് ഇയർ ഡിസ്ചാർജ് വരിക. ഇത് നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ പെർമനൻറ്റ് സൊല്യൂഷൻ ആ ഇയർ ഡ്രം പാച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇയർ ഡ്രം റീകൺസ്ട്രക്ട് ചെയ്യുക. അത് മെഡിക്കലി അതിനെ ടിമ്പിനോപ്ലാസ്റ്റി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു സർജറിയാണ് ഈ പറഞ്ഞ പ്രോബ്ലത്തിനുള്ള പെർമനൻറ്റ് സൊല്യൂഷൻ. നമ്മൾ മെഡിക്കലി ട്രീറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇയർ ഡ്രോപ്സ് ഒഴിക്കും. പേഷ്യൻസ് വരും, ഡോക്ടർ എനിക്ക് ഇയർ ഡ്രോപ്സ് തന്നാൽ മതി, അത് നിന്നോളും. ഈ ഒരു പ്രോബ്ലം അത് റിക്കർ ചെയ്തുകൊണ്ടിരിക്കും, അതായത് പിന്നെയും ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ താൽക്കാലികമായിട്ടുള്ളൊരു ഡിസ്ചാർജ് നിൽക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ മെഡിക്കലി ട്രീറ്റ് ചെയ്യുമ്പോൾ. അതിന് പുറമെ കേൾവി കുറവും മിക്ക പേഷ്യൻസിനും കാണും. അപ്പോൾ ഈ ഒരു സർജറി നമ്മൾ ചെയ്യാതിരിക്കുന്നതുകൊണ്ടുള്ളൊരു പ്രോബ്ലം, നമുക്ക് ലൈഫ് ലോങ് ഡിസ്ചാർജ് വരാം. അതുമാത്രമല്ല, തുടർച്ചയായിട്ട് ഡിസ്ചാർജ് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേൾവി ഉള്ളതിൽ നിന്നും ഒത്തിരി കുറയാനുള്ള സാധ്യതകളുണ്ട്. ഒരു ഇയർ ഡ്രം പെർഫറേഷൻ കൊണ്ടുള്ളൊരു ഹിയറിംഗ് ലോസും, ഇയർ ഡ്രം പെർഫറേഷന് പുറമെ നമ്മുടെ ചെവിയുടെ അകത്തുള്ള കേൾവിയുടെ അസ്ഥികൾ കാലക്രമേണ ഇൻഫെക്ഷൻ വന്നിട്ട് ദ്രവിച്ചു പോകാം. അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഈ കേൾവി ഒത്തിരി അങ്ങ് കുറയും. ഇതാണ് നമ്മൾ സർജറി ചെയ്യാതിരുന്നാലുള്ള ഒരു പ്രോബ്ലം. അതുകൊണ്ട് നമുക്ക് തുടക്കത്തിൽ തന്നെ ഈ ഇയർ ഡിസ്ചാർജ് ഉള്ള ഒരു സ്റ്റേജിൽ നമ്മൾ വളരെ മിനിമൽ ഹിയറിംഗ് ലോസ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ സർജറി ചെയ്താൽ നമുക്ക് നോർമൽ ഒരു ഹിയറിംഗ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുകയാണ്. അതേസമയം കേൾവി ഒത്തിരി കുറഞ്ഞതിന് ശേഷം നമ്മൾ സർജറിക്ക് പോകുമ്പോൾ പലപ്പോഴും നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു ഹിയറിംഗ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരാം. താങ്ക് യു.